ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മനൂസ് വോയിസ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഹൃത്തിക് റോഷന്റെ അച്ഛൻ രാകേഷ് റോഷൻ സംവിധാനം ചെയ്ത് 2003 പുറത്തിറങ്ങിയ ആ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായ ഹൃത്തിക് റോഷന്റെ കോയ് മിൽ ഗയ എന്ന സിനിമയാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. സിനിമ തുടങ്ങുന്നത് ബഹിരാകാശ ശാസ്ത്രജ്ഞനായ ഡോക്ടർ സഞ്ജയ് മെഹ്റയെ കാണിച്ചുകൊണ്ടാണ്. ഈ മെഹ്റയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം മറ്റു ഗ്രഹങ്ങളിൽ ജീവൻ കണ്ടെത്തുക എന്നതായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം ധാരാളം ഉപകരണങ്ങൾ കണ്ടുപിടിക്കുകയും അവയുപയോഗിച്ച് പുതിയ പുതിയ റിസർച്ചുകൾ നടത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. മെഹർ താൻ കണ്ടുപിടിച്ച ഉപകരണങ്ങളിലൂടെ ബഹിരാകാശത്തേക്ക് ശബ്ദ തരംഗങ്ങൾ അയക്കാറുണ്ടായിരുന്നു. മെഹർക്ക് ഉറപ്പുണ്ടായിരുന്നു മറ്റൊരു ലോകത്തിൽ നിന്നുള്ള ആരെങ്കിലും അദ്ദേഹത്തിന്റെ ശബ്ദ സിഗ്നലുകൾ കേൾക്കുമെന്നും അതിനോട് പ്രതികരിക്കുമെന്നും. എന്തായാലും അവസാനം മെഹർ വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചു. മെഹ്റ ബഹിരാകാശത്തേക്ക് അയച്ച ശബ്ദ സിഗ്നലുകൾക്ക് ആരോ റിപ്ലൈ കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത് കണ്ട് സന്തോഷമായ മെഹ്റ തന്റെ ഭാര്യ സോണിയയെ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം സോണിയയോട് പറയുന്നു. എന്നിട്ട് അടുത്ത ദിവസം തന്നെ മെഹ്റ തന്റെ ഭാര്യ സോണിയയെയും കൂട്ടി സ്പേസ് റിസർച്ച് സെന്ററിൽ പോയി ഈ കാര്യങ്ങളെല്ലാം അവിടെയുള്ളവരോട് പറയുന്നു. എന്നാൽ അവിടെ ഉണ്ടായിരുന്നവർ മെഹ്റയെ കളിയാക്കുകയും പകൽ സ്വപ്നം കാണുന്നത് നല്ലതല്ല എന്നും പറഞ്ഞ് അവിടെ നിന്നും പറഞ്ഞയക്കുകയും ചെയ്തു. അങ്ങനെ മെഹ്റ തന്റെ ഭാര്യ സോണിയയും കൂട്ടി തിരികെ വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ അവർ വീട്ടിലേക്ക് വരുന്ന വഴി അവർ വന്നുകൊണ്ടിരുന്ന കാറിന്റെ ഹെഡ്ലൈറ്റുകൾ മിന്നാൻ തുടങ്ങി. ഒപ്പം ആ കാറിലെ സൗണ്ട് സിസ്റ്റം ലൈറ്റിനനുസരിച്ച് ഓണും ഓഫും ആകുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവരുടെ കാറിന്റെ ലൈറ്റുകൾ പൊട്ടിത്തെറിച്ചു. അപ്പോഴാണ് അവർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അതായത് അവരുടെ കാറിന് തൊട്ടു മുകളിലൂടെ ഒരു പറക്കുംതളിക പറന്നു പോകുന്നു. അത് കണ്ട് മെഹ്റയ്ക്ക് സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ മെഹ്റയുടെ സന്തോഷത്തിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല. എന്തെന്നാൽ ആ പറക്കുംതളിക കണ്ട എക്സൈറ്റ്മെന്റിൽ മെഹ്റയ്ക്ക് കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു. അങ്ങനെ ആ കാർ റോഡിന്റെ സൈഡിൽ ഉണ്ടായിരുന്ന ഒരു കലിങ്കിലിടിച്ച് നേരെ മറിഞ്ഞു ചെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ട്രാൻസ്ഫോമറിൽ ഇടിക്കുന്നു. ഒപ്പം ആ കാറ് പൊട്ടിത്തെറിക്കുകയും ചെയ്തു. എന്നാൽ കാറ് മറിയുന്നതിനിടയിൽ മെഹ്റയുടെ ഭാര്യ സോണിയ ആ കാറിൽ നിന്നും തെറിച്ചു വീണിരുന്നു. എന്നാൽ മെഹ്റ ആ കാറിനകത്ത് തന്നെയായിരുന്നു. അതെ, മറ്റൊരു ലോകം കണ്ടെത്താൻ ശ്രമിച്ചയാൾ ആർക്കും അറിയാത്ത ഏതോ ഒരു ലോകത്തിലേക്ക് പോയി. അങ്ങനെ സീൻ കട്ടായി വർഷങ്ങൾക്ക് ശേഷം കാണിക്കുന്നു. അന്ന് ആ ആക്സിഡന്റ് നടന്ന സമയം സോണിയ പ്രഗ്നന്റ് ആയിരുന്നു. അതിനാൽ തന്നെ സോണിയക്ക് ഇപ്പോൾ ഒരു മകനുണ്ട്. പേര് രോഹിത്. രോഹിത്തിനിപ്പോൾ 8 വയസ്സുണ്ട്. എന്നാൽ മാനസികമായി ഒരു 2 വയസ്സുള്ള കുട്ടിയുടെ അത്ര വളർച്ചയെ അവനുണ്ടായിട്ടുള്ളൂ. അതിനു കാരണം എന്താണെന്നല്ലേ, അന്ന് ആ അപകടമുണ്ടായ സമയം സോണിയ കാറിൽ നിന്നും തെറിച്ചു വീണപ്പോൾ സോണിയയുടെ വയറിടിച്ചാണ് വീണത്. ആ വീഴ്ചയുടെ ഇടി വയറ്റിലുണ്ടായിരുന്ന രോഹിത്തിന്റെ തലച്ചോറിന്റെ ഭാഗത്താണ് കിട്ടിയത്. അതുകൊണ്ടാണ് രോഹിത്തിന് സാധാരണ മാനസിക വളർച്ച ഇല്ലാത്തതും. അതായത് രോഹിത് വളർന്നു വലുതായാലും അവൻ മാനസികമായും ഒരു കുട്ടിയെ പോലെയായിരിക്കും. അത് മാറ്റിയെടുക്കാൻ ഒരു ഓപ്പറേഷൻ ചെയ്താൽ മതി. എന്നിട്ടും സോണിയ ആ ഓപ്പറേഷൻ സമ്മതിക്കാത്തതിന് കാരണം എന്താണെന്നല്ലേ, ആ ഓപ്പറേഷൻ നടത്തിയാൽ ഒരുപക്ഷെ രോഹിത്തിന് മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനാലാണ് സോണിയ ആ ഓപ്പറേഷന് സമ്മതിക്കാത്തത്. കാരണം സോണിയയ്ക്ക് ഇനി നഷ്ടപ്പെടാൻ രോഹിത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ രോഹിത് വളർന്നു വലുതായി. അതെ, ഈ രോഹിത്താണ് നമ്മുടെ ഈ സിനിമയിലെ നായകൻ. ശരീരം കൊണ്ട് ഒരു പോത്തൻമാവയായെങ്കിലും രോഹിത് ഇപ്പോഴും മനസ്സുകൊണ്ട് ഒരു കൊച്ചുകുട്ടി തന്നെയായിരുന്നു. അതായത് രോഹിത് ഇപ്പോഴും അവിടെ ഒരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നത്തെ ദിവസം രോഹിത് വളരെയധികം സന്തോഷത്തിലായിരുന്നു. കാരണം പുതിയ അധ്യയന വർഷം തുടങ്ങി രോഹിത് ആദ്യമായി 7ാം ക്ലാസ്സിലേക്ക് പോകുന്ന ദിവസമായിരുന്നു അന്ന്. എന്നാൽ അപ്പോഴാണ് രോഹിത്തിന്റെ അമ്മ സോണിയ രോഹിത്തിനോട് നീ കഴിഞ്ഞ പരീക്ഷയ്ക്കും തോറ്റുപോയി, അതിനാൽ 7ാം ക്ലാസ്സിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ള കാര്യം പറയുന്നത്. അത് കേട്ട് രോഹിത്തിന് വളരെയധികം സങ്കടമായി. അതിനാൽ തന്നെ രോഹിത് അമ്മയോട് ഞാൻ ഇനി സ്കൂളിൽ പോകുന്നില്ലമ്മേ, ആ ടീച്ചർ ഒരു ദുഷ്ടനാണ്, ഞാൻ നല്ലതുപോലെ പഠിക്കുന്നുണ്ട്, എന്നിട്ടും ആ ടീച്ചർ എന്നെ എപ്പോഴും തോൽപ്പിക്കുകയാണ്, ഇനിയും ഞാൻ ആ സ്കൂളിൽ പോയാൽ എന്റെ കൂട്ടുകാരെല്ലാം എന്നെ കളിയാക്കും, അതുകൊണ്ട് ഞാൻ ഇനി സ്കൂളിൽ പോകില്ലമ്മേ. രോഹിത്തിന്റെ പരാതി കേട്ട് അമ്മ സോണിയ വേറെ വഴിയില്ലാതെ രോഹിത്തിന്റെ സ്കൂളിലെ പ്രിൻസിപ്പൽ അച്ഛനെ കാണാൻ പോകുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പൽ അച്ഛൻ സോണിയയോട് പറഞ്ഞു, രോഹിത്തിനെ 7ാം ക്ലാസ്സിലേക്ക് ജയിപ്പിക്കുന്നതിനെ പറ്റി മറന്നേക്കൂ. ഒന്നാമത് അവൻ ഈ സ്കൂളിലെ പാടില്ല, അവനെ പോലെയുള്ള കുട്ടികൾക്ക് പ്രത്യേക സ്കൂളുകളുണ്ട്. അതിന് സോണിയ, സാർ നമ്മുടെ ഇവിടെ അങ്ങനെയുള്ള ഒരു സ്കൂളില്ല, അതിനാൽ ഞാൻ ജോലി ചെയ്യുന്ന ബാങ്കിൽ നിന്നും ടൗണിലേക്ക് ട്രാൻസ്ഫറിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ടൗണിൽ രോഹിത്തിനെ പോലുള്ള കുട്ടികൾക്ക് പ്രത്യേക സ്കൂളുകളുണ്ട്. അതിനാൽ ഈ ഒരു പ്രാവശ്യത്തേക്ക് മാത്രം അവനെ 7ലേക്ക് ജയിപ്പിക്കാൻ പറ്റുമോ? അങ്ങനെ അവസാനം പ്രിൻസിപ്പൽ അച്ഛൻ രോഹിത്തിനെ 7ാം ക്ലാസ്സിലേക്ക് ജയിപ്പിച്ചു വിടാമെന്ന് സമ്മതിക്കുന്നു. അതറിഞ്ഞ രോഹിത്തിന് വളരെയധികം സന്തോഷമായി. അങ്ങനെ രോഹിത് വീണ്ടും തന്റെ കൂട്ടുകാരോടൊപ്പം സ്കൂളിൽ പോകാൻ തുടങ്ങി. അങ്ങനെ സീൻ കട്ടായി അടുത്ത സീനിൽ ആ നാട്ടിലെ കളക്ടറായ ഹർബൻ സക്സേനയും ഭാര്യ രമയും തങ്ങളുടെ നാട്ടിലേക്ക് റിട്ടയർ ആയി വന്ന കേണൽ മൽഹോത്രയെ കാണാൻ വന്നതായി കാണിക്കുന്നു. ഒരു റിട്ടയർ
റിട്ടയർഡ് കേണലിനെ കളക്ടർ എന്തിനാണ് വന്ന് കാണുന്നതെന്നല്ലേ? അവർ രണ്ടുപേരും ചെറുപ്പം മുതലെയുള്ള കൂട്ടുകാരായിരുന്നു. അതിനാലാണ് കളക്ടർ സക്സേന കേണൽ മൽഹോത്രയെ കാണാൻ വന്നിരിക്കുന്നത്. ഈ കേണൽ മൽഹോത്രയുടെ മകൾ നിഷയാണ് നമ്മുടെ ഈ സിനിമയിലെ നായിക. തന്റെ കൂട്ടുകാരനെ വീണ്ടും കണ്ട സന്തോഷത്തിൽ കളക്ടർ സക്സേന വൈകിട്ട് തന്റെ വീട്ടിൽ വെച്ച് ഒരു വലിയ പാർട്ടി നടത്താൻ തീരുമാനിക്കുന്നു. അങ്ങനെ സീൻ കട്ടായി രോഹിത്തിനെയും രോഹിത്തിന്റെ കുട്ടിപ്പട്ടാളം കൂട്ടുകാരെയും കാണിക്കുന്നു. അവരെല്ലാവരും ചേർന്ന് ടൗണിലുള്ള തിയേറ്ററിൽ സിനിമ കാണുന്നതിനായി പ്ലാൻ ചെയ്യുകയായിരുന്നു. എന്നാൽ അവരെല്ലാവരും റെഡിയായി വന്നപ്പോഴേക്കും അവർക്ക് പോകാനുള്ള ബസ് മിസ്സായി പോകുന്നു. രോഹിത്തും കൂട്ടുകാരും തങ്ങളുടെ സിനിമ കാണൽ നഷ്ടമായല്ലോ എന്നോർത്ത് വിഷമിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ഈ സിനിമയിലെ നായികയായ നിഷ ജീപ്പിൽ അവരുടെ അടുത്ത് വന്നിട്ട് ഈ അഡ്രസ് ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുന്നത്. അത് കേട്ട് രോഹിത്തും കൂട്ടുകാരും ചാടി നിഷയുടെ വണ്ടിയിൽ കയറിയിട്ട് ഞങ്ങൾ കൂട്ടിക്കൊണ്ടു പോകാം എന്ന് പറയുന്നു. അത് കേട്ട് നിഷയ്ക്കും വളരെയധികം സന്തോഷമായി. എന്നാൽ അവർ നിഷയെയും പറ്റിച്ച് നേരെ സിനിമാ തിയേറ്ററിലെത്തി. അപ്പോഴാണ് നിഷയ്ക്ക് തനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലായത്. അതറിഞ്ഞ നിഷയ്ക്കാണെങ്കിൽ രോഹിത്തിനോടും കൂട്ടുകാരോടും ചെറിയ ദേഷ്യമൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ സീൻ കട്ടായി രോഹിത്തിന്റെ വീട് കാണിക്കുന്നു. രോഹിത് വളരെയധികം സന്തോഷത്തിൽ തന്റെ അമ്മ സോണിയയോട് നിഷയെ പറ്റിച്ച് സിനിമാ തിയേറ്ററിൽ പോയ കാര്യം പറയുകയായിരുന്നു. അത് കേട്ട് അമ്മ സോണിയ രോഹിത്തിനോട്, രോഹിത് നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ആരെങ്കിലും നിന്നോട് സഹായം ചോദിക്കുമ്പോൾ നീ അവരെ സഹായിക്കണം, അല്ലാതെ അവരെ പറ്റിക്കരുത് എന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നു. അത് കേട്ടപ്പോൾ രോഹിത്തിന് വളരെയധികം സങ്കടമായി. രോഹിത് അമ്മയോട് ക്ഷമ ചോദിക്കുന്നു. അതിന് അമ്മ സോണിയ, അത് സാരമില്ല രോഹിത്, അടുത്ത തവണ നീ ആ പെൺകുട്ടിയെ കാണുമ്പോൾ അവളോട് ക്ഷമ ചോദിക്കണം എന്ന് പറയുന്നു. അപ്പോഴാണ് രോഹിത്തിന്റെ കുട്ടിപ്പട്ടാള കൂട്ടുകാർ രോഹിത്തിന്റെ അടുത്ത് വന്നിട്ട് തങ്ങളുടെ ഗ്രാമത്തിൽ ഒരു പാർട്ടി നടക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. ആ പാർട്ടി ശരിക്കും നമ്മുടെ കളക്ടർ സക്സേന തന്റെ കൂട്ടുകാരൻ കേണൽ മൽഹോത്രയ്ക്ക് വേണ്ടി നടത്തുന്ന പാർട്ടിയായിരുന്നു. ആ പാർട്ടിയിൽ കേണൽ മൽഹോത്രയുടെ മകൾ നിഷയും, അതായത് നമ്മുടെ ഈ സിനിമയിലെ നായിക നിഷയും ഉണ്ടായിരുന്നു. സക്സേന ആ പാർട്ടി നടത്താനുള്ള മെയിൻ കാരണം തന്റെ കൂട്ടുകാരൻ മൽഹോത്രയെ ആ നാട്ടിലുള്ള എല്ലാവർക്കും പരിചയപ്പെടുന്നതിനും ആ നാട്ടിലുള്ളവർക്ക് മൽഹോത്രയെ പരിചയപ്പെടുന്നതിനും വേണ്ടിയായിരുന്നു. അതിനാൽ തന്നെ ആ നാട്ടിലുള്ള ധാരാളം പേരും ആ പാർട്ടിയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ രോഹിത്തും കുട്ടിപ്പട്ടാളങ്ങളും ആ പാർട്ടിയിലേക്ക് നുഴഞ്ഞു കയറുന്നു. അങ്ങനെ ആ പാർട്ടിയിൽ വെച്ച അബദ്ധത്തിൽ രോഹിത്തിന്റെ കൈ തട്ടി ഒരു വലിയ പാത്രം കറി മുഴുവനും നിഷയുടെ തലയിലേക്ക് വീഴുന്നു. അതുകൊണ്ട് പണി കിട്ടിയെന്ന് മനസ്സിലായ രോഹിത് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു. എന്നാൽ അതും കൂടി ആയപ്പോൾ നിഷയ്ക്ക് രോഹിത്തിന്റെ മേലുള്ള കലിപ്പ് കട്ടക്കലിപ്പായി മാറി. അങ്ങനെ സീൻ കട്ടായി അടുത്ത സീനിൽ രോഹിത് സ്കൂളിലേക്ക് പോകുന്ന വഴി നിഷ ഒരു ബ്യൂട്ടി പാർലറിൽ ഇരിക്കുന്നതായി കാണുന്നു. അപ്പോഴാണ് രോഹിത്തിന് അമ്മ സോണിയ അടുത്ത തവണ നിഷയെ കാണുമ്പോൾ ക്ഷമ ചോദിക്കണമെന്ന് പറഞ്ഞ കാര്യം ഓർമ്മ വന്നത്. നിഷയോട് നേരിട്ട് ക്ഷമ ചോദിക്കാൻ ധൈര്യമില്ലാതിരുന്ന രോഹിത് ഒരു പേപ്പറിൽ സോറി എന്നെഴുതി ഒരു സ്മൈലിയും വരച്ച് നിഷയുടെ വണ്ടിയിൽ വെക്കുന്നു. രോഹിത് എത്ര ശ്രമിച്ചിട്ടും ആ പേപ്പർ വണ്ടിയിൽ നിൽക്കാത്തതിനാൽ തന്റെ വായിൽ കിടന്നിരുന്ന ചൂയിങ്ങം വെച്ച് ആ പേപ്പർ ഒട്ടിച്ചു വെക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് രോഹിത്തിന്റെ കയ്യിൽ ഒരാൾ പിടിക്കുന്നത്. അത് കളക്ടർ സുക്വാനിയുടെ മകൻ രാജ് ആയിരുന്നു. ഈ രാജും രോഹിത്തുമെല്ലാം ഒരുമിച്ച് പഠിച്ചവരാണ്. മാത്രവുമല്ല രാജിന് രോഹിത്തിനെ ഇഷ്ടവുമല്ല. അപ്പോഴാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടേക്ക് നിഷ വരുന്നത്. രോഹിത്തിനോട് കട്ടക്കലിപ്പുണ്ടായിരുന്ന നിഷ രാജിനോട് പറഞ്ഞു, ഏയ് രാജ്, ഇവനാണ് എന്നെ അഡ്രസ് തെറ്റിച്ചു പറഞ്ഞ് തിയേറ്ററിലേക്ക് കൊണ്ടുപോയതും എന്റെ തലയിൽ കറി ഒഴിച്ചതും. അവനെ വെറുതെ വിടരുത്. അതുകൂടി കേട്ടപ്പോൾ രാജിന് ആവേശം മൂത്തു. എന്തെന്നാൽ രാജിന് നിഷയുടെ മേൽ ഒരു കണ്ണുണ്ടായിരുന്നു. അങ്ങനെ രാജും കൂട്ടുകാരും ചേർന്ന് രോഹിത്തിനെ ഉപദ്രവിക്കുകയും രോഹിത്തിന്റെ സ്കേറ്റ് സ്കൂട്ടർ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന രോഹിത്തിന്റെ കുട്ടിപ്പട്ടാള കൂട്ടുകാരിൽ ഒരാൾ രോഹിത്തിന്റെ അമ്മ സോണിയുടെ അടുത്ത് വന്ന് കാര്യങ്ങളെല്ലാം പറയുന്നു. അതറിഞ്ഞ് രോഹിത്തിന്റെ അമ്മ നിഷയുടെയും കൂട്ടുകാരുടെയും അടുത്തേക്ക് വരുന്നു. വിഷമത്തിലായിരുന്ന അമ്മ സോണിയ അവരെ എല്ലാവരെയും ഒത്തിരി വഴക്ക് പറയുന്നു. എന്നിട്ട് രോഹിത് ഇങ്ങനെ ആകാനുള്ള കാരണവും അവരോട് പറയുന്നു. നമ്മുടെ രാജിനും കൂട്ടുകാർക്കും ഇതെല്ലാം നേരത്തെ അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ പുതിയതായി ആ നാട്ടിൽ താമസത്തിന് വന്ന നിഷയ്ക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. അതിനാൽ തന്നെ അതെല്ലാം കേട്ട് നിഷയ്ക്ക് വളരെയധികം സങ്കടമാകുന്നു. അങ്ങനെ സങ്കടമായ നിഷ രോഹിത്തിനെ കാണുന്നതിനായി രോഹിത്തിന്റെ സ്കൂളിലേക്ക് വരുന്നു. എന്നാൽ ആ സമയം രോഹിത്തിന്റെ സ്കൂളിലെ കമ്പ്യൂട്ടർ സാർ, രോഹിത്, കമ്പ്യൂട്ടർ പഠിക്കണമെങ്കിൽ കുറച്ച് തലച്ചോറ് വേണം, എന്നാൽ നിനക്കതില്ല എന്നും പറഞ്ഞ് കമ്പ്യൂട്ടർ ക്ലാസ്സിൽ നിന്നും പുറത്താക്കുന്നു. അതും കൂടി കണ്ടപ്പോൾ നിഷയ്ക്ക് വളരെയധികം സങ്കടമായി. അങ്ങനെ സീൻ കട്ടായി അടുത്ത സീനിൽ സ്കൂൾ കഴിഞ്ഞ് രോഹിത് വീട്ടിലേക്ക് വരുന്നതായി കാണിക്കുന്നു. വീട്ടിലെത്തിയ രോഹിത്തിനെയും കാത്ത് തന്റെ തകർന്നുപോയ സ്കേറ്റിംഗ് സ്കൂട്ടറിന് പകരം ഒരു പുതിയ സൈക്കിൾ ഇരിപ്പുണ്ടായിരുന്നു. അത് കണ്ട് രോഹിത്തിന് വളരെയധികം സന്തോഷമായി. രോഹിത് അമ്മ സോണിയയോട്, അമ്മേ, ഈ സൈക്കിൾ എനിക്കുള്ളതാണോ? താങ്ക് യു മാം, എനിക്ക് ഈ സൈക്കിള് ഒത്തിരി ഇഷ്ടമായ മാം. അതിനമ്മ സോണിയ, നീ നന്ദി പറയേണ്ടത് എന്നോടല്ല ഇവളോടാണ് എന്നും പറഞ്ഞ് നിഷയെ അവിടേക്ക് വിളിക്കുന്നു. എന്നാൽ നിഷയെ കണ്ടതും രോഹിത്തിന്റെ സന്തോഷമെല്ലാം മാറി. രോഹിത് അമ്മയോട്, എനിക്ക് ഈ സൈക്കിളും വേണ്ട, ഞാൻ ആരോടും ക്ഷമ പറയാനും പോകുന്നില്ല എന്നും പറഞ്ഞ് വീടിനകത്തേക്ക് പോകുന്നു.
അത് കണ്ട നിഷ രോഹിത്തിന്റെ അടുത്ത് വന്നിട്ട് എനിക്ക് കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു, സത്യത്തിൽ തെറ്റ് ചെയ്തത് ഞാനാണ്, അതിനാൽ ഞാൻ വന്നത് ക്ഷമ ചോദിക്കാനാണ്, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, എന്നോട് ക്ഷമിക്കൂ. എന്നാൽ അതൊന്നും കേട്ടിട്ടും രോഹിത്തിന്റെ പിണക്കം മാറിയിരുന്നില്ല. അതിനാൽ നിഷ രോഹിത്തിനോട് പറഞ്ഞു, ഞാൻ മാത്രമല്ല രാജും രാജിന്റെ കൂട്ടുകാരുമെല്ലാം നിന്നോട് ക്ഷമ പറയും, ഇന്നു മുതൽ അവരാരും നിന്നെ ശല്യപ്പെടുത്തുകയില്ല. അത് കേട്ടപ്പോൾ രോഹിത്തിന്റെ പിണക്കമെല്ലാം മാറി. അങ്ങനെ അവർ കൂട്ടുകാരുമായി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒപ്പം നിഷയും രോഹിത്തും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പും വളർന്നുകൊണ്ടിരുന്നു. അങ്ങനെ സീൻ കട്ടായി അടുത്ത സീനിൽ ഒരു ദിവസം രോഹിത്ത് നിഷയുടെ വീട്ടിൽ വന്നതായി കാണിക്കുന്നു. ആ സമയം രോഹിത്ത് അവിടെ വെച്ച് നിഷ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നതായി കാണുന്നു. അത് കണ്ട് രോഹിത്തിന് വളരെയധികം അത്ഭുതമായി. രോഹിത്ത് നിഷയോട്, നിനക്ക് കമ്പ്യൂട്ടർ ഒക്കെ ഉപയോഗിക്കാൻ അറിയാമോ, എന്നെയും കമ്പ്യൂട്ടർ പഠിപ്പിക്കാമോ? അതിന് നിഷയും ഓക്കെ പറഞ്ഞു. അതിന് രോഹിത്ത്, എങ്കിൽ നമുക്ക് എന്റെ വീട്ടിലേക്ക് പോകാം, എന്റെ അച്ഛന്റെ കമ്പ്യൂട്ടർ എന്റെ വീട്ടിലുണ്ട് എന്നും പറഞ്ഞ് നിഷയെയും കൂട്ടി രോഹിത്ത് തന്റെ വീട്ടിലേക്ക് വരുന്നു. രോഹിത്തിന്റെ വീടിന്റെ ഔട്ട് ഹൗസിൽ രോഹിത്തിന്റെ അച്ഛന്റെ കമ്പ്യൂട്ടറും ബഹിരാകാശത്തേക്ക് ശബ്ദങ്ങൾ അയക്കാൻ അച്ഛൻ കണ്ടുപിടിച്ച ഉപകരണങ്ങളുമെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ രോഹിത്തും നിഷയും ഔട്ട് ഹൗസിൽ വന്ന് അച്ഛന്റെ കമ്പ്യൂട്ടർ എല്ലാം ഓൺ ചെയ്യുന്നു. ആ സമയം രോഹിത്ത് നിഷയോട് തന്റെ അച്ഛൻ വലിയ ശാസ്ത്രജ്ഞനായിരുന്നെന്നും നക്ഷത്രങ്ങളെ കുറിച്ച് പഠനം നടത്തുന്ന ആളായിരുന്നു എന്നെല്ലാം പറയുന്നു. അങ്ങനെ അവർ ആ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് നോക്കുമ്പോൾ രോഹിത്തിന്റെ അച്ഛൻ മെഹ്റ ബഹിരാകാശത്തേക്ക് സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരുന്ന പ്രോജക്ട് കാണുന്നു. അങ്ങനെ ആ കമ്പ്യൂട്ടറിൽ കാണിച്ച ട്യൂട്ടോറിയൽ വെച്ച് അവർ ആ കമ്പ്യൂട്ടറും മെഷീനും എല്ലാം പ്രവർത്തിപ്പിക്കാൻ തുടങ്ങി. അതായത് അവരറിയാതെ തന്നെ അവർ ബഹിരാകാശത്തേക്ക് സിഗ്നലുകൾ അയക്കാൻ തുടങ്ങി. അങ്ങനെ സീൻ കട്ടായി അടുത്ത സീനിൽ നിഷയും രോഹിത്തും രാജിന്റെ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് കാണാൻ വന്നതായി കാണിക്കുന്നു. അവിടെ വെച്ച് രോഹിത്തിന് നിഷയ്ക്ക് ബാസ്കറ്റ്ബോൾ കളി വളരെയധികം ഇഷ്ടമാണെന്നുള്ള കാര്യം മനസ്സിലാകുന്നു. എന്നാൽ നമ്മുടെ രോഹിത്തിനാണെങ്കിൽ ബാസ്കറ്റ്ബോൾ കളി അറിയത്തുമില്ല. അതിനാൽ തന്നെ രോഹിത്ത് നിഷയെ ഇംപ്രസ് ചെയ്യുന്നതിനായി അന്ന് വൈകിട്ട് ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യുന്നു. എന്നാൽ ആ സമയം അവിടേക്ക് രാജും കൂട്ടുകാരും വരുന്നു. രോഹിത്തിനെ അവിടെ കണ്ട രാജ്, നീ ഇവിടെ എന്ത് ചെയ്യുകയാണ് രോഹിത് എന്ന് ചോദിക്കുന്നു. അതിന് രോഹിത്തും, എനിക്കും ബാസ്കറ്റ്ബോൾ പഠിക്കണം, എന്നിട്ട് എനിക്കും ഒരു ചാമ്പ്യൻ ആകണം എന്ന് പറയുന്നു. അതിന് രാജും, ഞങ്ങൾ നിന്നെ ബാസ്കറ്റ്ബോൾ പഠിപ്പിക്കാം എന്നും പറഞ്ഞ് ബാസ്കറ്റ്ബോൾ കൊണ്ട് രാജും കൂട്ടുകാരും ചേർന്ന് രോഹിത്തിനെ വളരെയധികം ഉപദ്രവിക്കുന്നു. അതിൽ രോഹിത്തിന് വളരെയധികം സങ്കടമായി. അതിനാൽ തന്നെ വീട്ടിലെത്തിയ രോഹിത്ത് തന്റെ റൂമിലുള്ള കൃഷ്ണന്റെ രൂപമെടുത്ത് ആ കൃഷ്ണ വിഗ്രഹത്തോട് തന്റെ സങ്കടങ്ങളെല്ലാം പറയുന്നു. എന്തുകൊണ്ടാണ് ദൈവമേ എന്നെ ഇങ്ങനെ എപ്പോഴും ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? എല്ലാവരും എന്നെ കളിയാക്കുന്നു. നിനക്ക് വളരെയധികം ശക്തിയുണ്ടല്ലോ, ആ ശക്തിയിൽ കുറച്ച് എനിക്കും തരണേ ദൈവമേ എന്നും പറഞ്ഞ് രോഹിത്ത് പൊട്ടിക്കരയുന്നു. അപ്പോഴാണ് രോഹിത്ത് ഔട്ട് ഹൗസിലുള്ള അച്ഛന്റെ കമ്പ്യൂട്ടറിൽ നിന്നും എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നത്. ശബ്ദം കേട്ട് ഔട്ട് ഹൗസിലെത്തിയ രോഹിത്ത് അച്ഛന്റെ കമ്പ്യൂട്ടറിൽ പോയി വീണ്ടും ഓരോരോ സ്വിച്ചിൽ ഞെക്കാൻ തുടങ്ങി. എന്നാൽ ശരിക്കും ആ സിസ്റ്റം ഇപ്പോൾ മറ്റൊരു ഗ്രഹവുമായി കണക്ട് ആയിട്ടുണ്ടായിരുന്നു. അതിനാൽ തന്നെ രോഹിത് അയക്കുന്ന ശബ്ദ സിഗ്നലുകൾക്ക് റിപ്ലൈയും വരാൻ തുടങ്ങി. ഇതൊന്നും അറിയാതെ രോഹിത് ആ ബട്ടണുകളിൽ ഞെക്കി കളിക്കാൻ തുടങ്ങി. ആ സമയം ഔട്ട് ഹൗസിൽ നിന്ന് ശബ്ദം കേട്ട് രോഹിത്തിന്റെ അമ്മ സോണിയ അവിടേക്ക് ഓടി വരുന്നു. എന്നിട്ട് നീ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്നും ചോദിച്ച് രോഹിത്തിനെ വഴക്കു പറയുകയും അടിക്കുകയും ചെയ്യുന്നു. ആ സമയം അവരുടെ ഗ്രാമത്തിലെ മുഴുവൻ ലൈറ്റുകളും ഓഫ് ആകുന്നു. ഒപ്പം അവിടെ മുഴുവനും ഭൂമി കുലുക്കം പോലെ എന്തൊക്കെയോ സംഭവിക്കുന്നുമുണ്ട്. അങ്ങനെ ആ ശബ്ദം കേട്ട് രോഹിത്തിന്റെ കോളനിയിലുള്ള എല്ലാവരും പുറത്തു വന്ന് നോക്കുമ്പോൾ അതാ ആകാശത്തു നിന്നും ഒരു വലിയ പറക്കുന്തളിക താഴേക്ക് പറന്നു വരുന്നു. അതുകൊണ്ട് അവിടെയുള്ള എല്ലാവർക്കും അത്ഭുതമായി. എന്തായാലും ചാനലുകാർക്കും പത്രക്കാർക്കുമെല്ലാം കുറച്ചു ദിവസത്തേക്കുള്ള ഒരു വാർത്ത കിട്ടി. ആ പറക്കുന്തളിക വന്നിറങ്ങിയത് അവരുടെ ഗ്രാമത്തിനടുത്തുള്ള ഒരു കാട്ടിലായിരുന്നു. അങ്ങനെ അടുത്ത ദിവസം കളക്ടർ സക്സേനയും സ്പേസ് റിസർച്ച് സെന്ററിലെ കുറെ ആൾക്കാരും ആ പറക്കുന്തളിക വന്നിറങ്ങിയ സ്ഥലം പരിശോധിക്കാൻ വരുന്നു. അങ്ങനെ അതെല്ലാം കണ്ട് സന്തോഷമായ കളക്ടർ സക്സേന ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളെല്ലാം ഒഴിവാക്കി അന്യഗ്രഹത്തിൽ നിന്നുള്ള ജീവികൾ തങ്ങളുടെ ഗ്രാമത്തിൽ വന്നിറങ്ങിയതിനാൽ തങ്ങളുടെ ഗ്രാമം ഫേമസ് ആകാൻ പോവുകയാണല്ലോ എന്നോർത്ത് ഈ സംഭവം തങ്ങളുടെ ഗ്രാമത്തിൽ ഒരു ഉത്സവമായി ആഘോഷിക്കാൻ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ ആ ഗ്രാമത്തിലുള്ള എല്ലാവരും അന്യഗ്രഹ ജീവികളെ പോലെ വേഷം കെട്ടി ആഘോഷിക്കാൻ തുടങ്ങി. ആ ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിനായി നമ്മുടെ രോഹിത്തും ഒരു മൺകലത്തിൽ ഏലിയനെ പോലെ ഫേസ് വരച്ച് റെഡിയാകുന്നു. എന്നാൽ അത് കണ്ടുകൊണ്ടുവന്ന രോഹിത്തിന്റെ അമ്മ സോണിയ രോഹിത്തിനോട്, നീ ആ ആഘോഷത്തിൽ പങ്കെടുക്കാൻ പോകേണ്ട എന്ന് പറയുന്നു. അത് കേട്ട് സങ്കടമായ രോഹിത്ത് അമ്മയോട് പിണങ്ങി സിറ്റൗട്ടിൽ വന്നിരിക്കുന്നു. അങ്ങനെ സീൻ കട്ടായി അടുത്ത സീനിൽ നിഷയുടെ വീട് കാണിക്കുന്നു. അവിടെ നിഷയുടെ അച്ഛൻ കേണൽ മൽഹോത്രയും കളക്ടർ സക്സേനയും എല്ലാം ആ പറക്കുന്തളികയെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം ആ ഏരിയയിലെ ഇൻസ്പെക്ടറായ ഖുർഷിദ് ഖാൻ അവരോട്, ആ പറക്കുന്തളികയിൽ നിന്നും കുറെ അന്യഗ്രഹ ജീവികൾ നമ്മുടെ കാടിനകത്തേക്ക് പോയിരുന്നു. അങ്ങനെ പോയ ഏലിയൻസിന്റെ കാൽപ്പാടുകൾ വെച്ച് പഠനം നടത്തിയപ്പോൾ അതിൽ ഒരു ഏലിയൻ തിരികെ ആ പേടകത്തിലേക്ക് പോയിട്ടില്ല എന്ന് മനസ്സിലായി. ആ ഏലിയനെ കണ്ടെത്താൻ കഴിഞ്ഞാൽ നമ്മുടെ ഈ
പ്രപഞ്ചത്തിനെ കുറിച്ചുള്ള ആയിരക്കണക്കിന് രഹസ്യങ്ങൾ കണ്ടെത്താൻ കഴിയും. അതെല്ലാം കേട്ട് കളക്ടർ സക്സേന എന്തായാലും ഈ അന്യഗ്രഹ ജീവിയെ കുറിച്ചുള്ള വാർത്ത ഇപ്പോൾ പുറത്തുവിടേണ്ട, അത് സത്യമാണോ എന്ന് നമുക്കാദ്യം കണ്ടെത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ സീൻ കട്ടായി രോഹിത്തിന്റെ വീട് കാണിക്കുന്നു. അമ്മയോട് പിണങ്ങി സിറ്റൗട്ടിൽ വന്നിരുന്ന രോഹിത് ഇരുട്ടായിട്ടും അകത്തേക്ക് പോയിരുന്നില്ല. അപ്പോഴാണ് രോഹിത്തിന്റെ കുട്ടിപ്പട്ടാള കൂട്ടുകാരിൽ ഒരാൾ ഏലിയന്റെ വേഷമെല്ലാം ഇട്ട് രോഹിത്തിനെ വിസിലടിച്ചു വിളിച്ചത്. അത് കേട്ട് ദേഷ്യത്തിലായിരുന്ന രോഹിത് എന്നെ വിളിച്ചിട്ട് ഒരു കാര്യവുമില്ല, അമ്മ എന്നെ വിടില്ല, അതിനാൽ നീ പൊയ്ക്കോ എന്നും പറഞ്ഞ് തന്റെ കയ്യിലിരുന്ന ഏലിയന്റെ ഫേസിന്റെ പടം വരച്ച കലം താഴെ ഇട്ട് പൊട്ടിച്ചിട്ട് ദേഷ്യത്തിൽ വീടിനകത്തേക്ക് കയറി പോകുന്നു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ രോഹിത് എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോഴതാ താൻ ഇന്നലെ താഴെ ഇട്ട് പൊട്ടിച്ച മൺകുടം ഒരു കേടുമില്ലാതെ സിറ്റൗട്ടിലിരിക്കുന്നു. അത് കണ്ട് കിളി പോയി നിന്ന രോഹിത്തിന്റെ അടുത്തേക്ക് നിഷ വരുന്നു. എന്നിട്ട് നിഷ രോഹിത്തിനോട് പറഞ്ഞു, രോഹിത്, നമ്മുടെ ഈ കാട്ടിനകത്തൊരു ഏലിയൻ ഉണ്ട്. അത് കേട്ടപ്പോൾ രോഹിത് പറഞ്ഞു, ഇന്നലെ രാത്രി ഞാൻ ഈ സിറ്റൗട്ടിലിരുന്നപ്പോൾ ആ കാട്ടിൽ നിന്നും ഒരു ഏലിയനെ പോലെയുള്ള ഒരാൾ എന്നെ വിസിലടിച്ചു വിളിച്ചിരുന്നു. ദേഷ്യത്തിലായിരുന്ന ഞാൻ എന്റെ കയ്യിലിരിക്കുന്ന ഈ കുടം ഇവിടെ എറിഞ്ഞു പൊട്ടിച്ചിട്ട് പോയി കിടന്നുറങ്ങി. ഇപ്പോൾ എഴുന്നേറ്റ് നോക്കുമ്പോഴതാ ഈ കുടത്തിന് യാതൊരു കുഴപ്പവുമില്ല. അത് കേട്ട് നിഷ അത് ചിലപ്പോൾ വേറെ കുടമായിരിക്കും എന്ന് പറഞ്ഞു. അതിന് രോഹിത്തും, ഇല്ല, ഈ കുടം തന്നെയാണ്, ഞാൻ ഈ കുടത്തിൽ ഏലിയന്റെ ഫേസ് വരച്ചിട്ടുണ്ടായിരുന്നു എന്നും പറഞ്ഞ് നിഷയെ ആ കുടം കാണിച്ചു കൊടുക്കുന്നു. അത് കേട്ട് നിഷ, എങ്കിൽ അത് ചിലപ്പോൾ ഏലിയൻ ആയിരിക്കും. അങ്ങനെ രോഹിത്തും നിഷയും കൂടി ആ ഏലിയനെ തപ്പി ആ കാട്ടിലൂടെ നടക്കാൻ തുടങ്ങി. എന്നാൽ കുറെ നേരം തപ്പിയിട്ടും അവർക്ക് ആ കാട്ടിൽ നിന്നും ഏലിയനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ അവർ അവിടെ നിന്നും തിരികെ പോകാൻ തുടങ്ങുമ്പോഴാണ് കുറെ പട്ടികൾ ചേർന്ന് ആ ഏലിയനെ ഓടിച്ചുകൊണ്ട് വരുന്നത്. അത് കണ്ട രോഹിത് ആ പട്ടികളുടെ കയ്യിൽ നിന്നും ആ ഏലിയനെ രക്ഷിക്കുന്നു. ഏലിയനെ കണ്ട രോഹിത്തിന്റെ നിഷയുടെ സകല കിളിയും പോയിരുന്നു. സകല കിളിയും പോയെങ്കിലും രോഹിത് ആ ഏലിയനോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അതൊന്നും ഏലിയന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ ഏലിയൻ മുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിന്നു. അപ്പോൾ നിഷ രോഹിത്തിനോട് പറഞ്ഞു, നമ്മൾ ഇവനെ എങ്ങനെയെങ്കിലും സഹായിക്കണം. ആ പോലീസുകാരെങ്ങാനും ഇവനെ പിടിച്ചാൽ എന്തു ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. മാത്രവുമല്ല ഇവനെ ഈ കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് പോയാൽ കാട്ടുമൃഗങ്ങൾ ഇവനെ എന്തെങ്കിലും ചെയ്യും. അതിനാൽ നമുക്ക് ഇവനെ കൂട്ടിക്കൊണ്ടു പോകാം. അപ്പോഴാണ് ആ ഏലിയൻ രോഹിത്തിന്റെ കയ്യിലുള്ള മുറിപ്പാടുകൾ ശ്രദ്ധിക്കുന്നത്. അതായത് രോഹിത് ആ ഏലിയനെ ആ നായ്ക്കളുടെ കയ്യിൽ നിന്നും രക്ഷിച്ചപ്പോൾ പറ്റിയ മുറിവുകളായിരുന്നു അതെല്ലാം. ആ മുറിവുകൾ കണ്ട ഏലിയൻ രോഹിത്തിന്റെ കയ്യിൽ പതിയെ തലോടുന്നു. ആ സമയം രോഹിത്തിന്റെ കയ്യിലുണ്ടായിരുന്ന മുറിപ്പാടുകളെല്ലാം മാഞ്ഞു പോകുന്നു. ആ സമയം ഈ ഏലിയൻ എങ്ങനെയാണ് അവിടെ പെട്ടുപോയതെന്ന് കാണിക്കുന്നു. അതായത് ആ പറക്കുംതളികയിൽ നിന്നും ധാരാളം ഏലിയനുകൾ ആ കാട്ടിനകത്തേക്ക് പോയിരുന്നു. അങ്ങനെ അവർ കാടിനകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ആനയെ കണ്ട് എല്ലാവരും തിരികെ പറക്കുംതളികയ്ക്ക് അടുത്തേക്ക് വരുന്നു. എന്നാൽ ഈ ഏലിയന് മാത്രം വഴി തെറ്റിപ്പോകുന്നു. അങ്ങനെ അത് പറക്കുംതളികയുടെ അടുത്തേക്ക് വന്നപ്പോഴേക്കും പറക്കുംതളിക മുകളിലേക്ക് പോയിരുന്നു. അങ്ങനെ രോഹിത്തും നിഷയും കൂടി ആ ഏലിയനെ രോഹിത്തിന്റെ അച്ഛന്റെ കമ്പ്യൂട്ടർ എല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഔട്ട് ഹൗസിൽ കൊണ്ടുപോയി ഒളിപ്പിക്കുന്നു. ആ സമയം അവിടെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന രോഹിത്തിന്റെ കുട്ടിപ്പട്ടാള കൂട്ടുകാർ അടിച്ചുവിട്ട ബോള് നേരെ ചെന്ന് വീണത് ആ ഔട്ട് ഹൗസിലാണ്. അങ്ങനെ ആ ബോൾ എടുക്കാനായി ആ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം ആ ഔട്ട് ഹൗസിലേക്ക് വരുന്നു. അവിടെ വെച്ചവർ ആ ഏലിയനെ കണ്ട് പേടിച്ച് കാറിക്കൊണ്ട് പുറത്തേക്ക് ഓടുന്നു. ആ കുട്ടിപ്പട്ടാളങ്ങളുടെ കാർച്ച കേട്ട് രോഹിത്തും നിഷയും അവരുടെ അടുത്തേക്ക് ഓടി വരുന്നു. എന്നിട്ട് അവരോട് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. ഇവൻ ആ ബഹിരാകാശ പേടകത്തിൽ വന്നതാണെന്നും ആ പറക്കുംതളിക പോയതിനാൽ ഇവൻ ഇവിടെ പെട്ടുപോയതാണെന്നും പിന്നെ ഈ കാര്യങ്ങളൊന്നും വേറെ ആരോടും പറയില്ലെന്നും നിഷയും രോഹിത്തും അവരോട് പറയുന്നു. ആ കുട്ടിപ്പട്ടാളം അതിന് ഓക്കെയും പറഞ്ഞു. ആ സമയം ആ ഏലിയൻ കുട്ടികളുടെ ആ ബോൾ വെച്ച് കുറെ മാജിക്കുകൾ കാണിക്കുന്നു. അത് കണ്ട കുട്ടിപ്പട്ടാളം ആ ഏലിയന് ജാദു എന്ന പേരും ഇടുന്നു. അതെ, ജാദു എന്നാൽ മാജിക് എന്നാണ് അർത്ഥം. അങ്ങനെ രോഹിത്തും നിഷയും കുട്ടിപ്പട്ടാളങ്ങളുമെല്ലാം ജാദുവുമായി നല്ല രീതിയിൽ കമ്പനിയാകുന്നു. അതിനാൽ തന്നെ നിഷ ഫുൾ ടൈമും രോഹിത്തിനൊപ്പമായിരുന്നു നടന്നിരുന്നത്. അത് കണ്ട രാജിന്റെ കൂട്ടുകാർ രാജിനോട്, നിഷ ഇപ്പോ ഫുൾ ടൈം രോഹിത്തിനൊപ്പമാണ് നടക്കുന്നത്, നീ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നിഷയെ നിനക്ക് നഷ്ടമാകും എന്ന് പറയുന്നു. അത് കേട്ട് രാജ് ഒരു പ്ലാൻ തയ്യാറാക്കുന്നു. അതായത് രാജ് തന്റെ അച്ഛൻ കളക്ടർ സക്സേനയുടെ അടുത്ത് വന്ന് തനിക്ക് നിഷയെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്നുള്ള കാര്യം പറയുന്നു. നിഷയുടെ അച്ഛനും രാജിന്റെ അച്ഛനും എല്ലാം കൂട്ടുകാരായിരുന്നതിനാൽ തന്നെ അവർക്കത് വളരെയധികം സന്തോഷമുള്ള കാര്യമായിരുന്നു. അങ്ങനെ നിഷയും രാജും കല്യാണം കഴിക്കാൻ പോകുവാണെന്നുള്ള വാർത്ത കുട്ടിപ്പട്ടാളം അറിഞ്ഞു. അതറിഞ്ഞ കുട്ടിപ്പട്ടാളം നേരെ രോഹിത്തിന്റെ അടുത്ത് പോയി ഈ കാര്യം പറയുന്നു. അതറിഞ്ഞ രോഹിത് നിഷയെ കാണാൻ ചെല്ലുമ്പോൾ നിഷ അവിടെ രാജുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അത് കണ്ടപ്പോൾ കുട്ടിപ്പട്ടാളം പറഞ്ഞ കാര്യം സത്യമാണെന്ന് രോഹിത്തും വിചാരിച്ചു. എന്നാൽ നിഷ അവിടെ രാജിനോട് എന്റെ അനുവാദമില്ലാതെ എന്തിനാണ് എന്റെ കല്യാണം ഉറപ്പിച്ചത് എന്നായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. അതായത് നിഷയ്ക്ക് രാജുമായുള്ള കല്യാണത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല. ആ സമയം നമ്മുടെ രോഹിത്തിനെ കാണിക്കുന്നു. രോഹിത് ഇവിടെ ഔട്ട് ഹൗസിലിരുന്ന് പൊട്ടിക്കരയുകയായിരുന്നു. അത് കണ്ട് രോഹിത്തിന്റെ അമ്മ സോണിയ രോഹിത്തിനോട് എന്ത് പറ്റി രോഹിത് എന്ന് ചോദിക്കുന്നു. അതിന് രോഹിത് നിഷയും രാജും തമ്മിലുള്ള കല്യാണം ഉറപ്പിച്ചു അമ്മ.
എനിക്ക് നിഷയെ ഒത്തിരി ഇഷ്ടമായിരുന്നു. നിഷയ്ക്ക് എന്നെയും ഇഷ്ടമാണ്. അത് കേട്ട അമ്മ സോണിയ അവൾ അത് തമാശയ്ക്ക് പറഞ്ഞതായിരിക്കും. അവൾ അത്യാവശ്യം നല്ല പഠിപ്പും വിവരവുമുള്ള കുട്ടിയാണ്. അവൾക്ക് നിന്റെ ഒരു കൂട്ടുകാരിയാകാം, എന്നാൽ ജീവിത പങ്കാളിയാകാൻ സാധിക്കില്ല. കാരണം നീ വളർന്നുവെങ്കിലും മാനസികമായും നീ ഇപ്പോഴും ഒരു കുട്ടിയാണ്. നിന്റെ പ്രായത്തിലുള്ള കുട്ടികളെ പോലെയല്ല നീ. അതിന് രോഹിത്തും എന്തുകൊണ്ടാണ് ഞാനും മറ്റുള്ളവരെ പോലെ ആകാത്തത്? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാണ് നിഷ എന്നെ ഉപേക്ഷിക്കുന്നത് എന്നും ചോദിച്ച് പൊട്ടിക്കരയുന്നു. അതിന് അമ്മ സോണിയ രോഹിത്തിന്റെ അച്ഛൻ മെഹ്റം മരിച്ചത് എങ്ങനെയാണെന്നും രോഹിത് ഇങ്ങനെ ആകാനുള്ള കാരണവുമെല്ലാം രോഹിത്തിനോട് പറയുന്നു. അതെല്ലാം അവിടെ ഒളിച്ചിരുന്ന ജാദുവും കേൾക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം കേട്ട് ജാദുവിനും വളരെയധികം സങ്കടമാകുന്നുണ്ടായിരുന്നു. അങ്ങനെ സീൻ കട്ടായി അടുത്ത സീനിൽ ഉറങ്ങിക്കിടന്നിരുന്ന രോഹിത്തിന്റെ തലയിൽ ജാദു തലോടുന്നതായി കാണിക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം ഉറക്കമുണർന്ന രോഹിത് തന്റെ കണ്ണാടി എടുത്ത് വെച്ച് നോക്കുമ്പോൾ തനിക്കൊന്നും കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അത് കണ്ട രോഹിത് തന്റെ കണ്ണാടിയുടെ ഗ്ലാസ് നല്ലതുപോലെ തുടച്ചതിന് ശേഷം വീണ്ടും വെക്കുന്നു. എന്നാൽ രോഹിത്തിന് അപ്പോഴും കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് രോഹിത് ഒരു കാര്യം ശ്രദ്ധിച്ചത്. കണ്ണാടി ഊരിയപ്പോൾ തനിക്ക് നല്ലതുപോലെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അതെ, നമ്മുടെ ജാദു രോഹിത്തിന്റെ തലയിൽ തലോടിയപ്പോൾ രോഹിത്തിന്റെ അസുഖങ്ങളെല്ലാം മാറിയിരുന്നു. അങ്ങനെ സന്തോഷമായ രോഹിത് തന്റെ കൂട്ടുകാരോടൊപ്പം സ്കൂളിലേക്ക് വരുന്നു. രോഹിത് തന്റെ കൂട്ടുകാരോട് പറഞ്ഞു, എനിക്കിപ്പോൾ കണ്ണാടി വെക്കാതെ കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ അത് വിശ്വാസമാകാത്ത കുട്ടിപ്പട്ടാളങ്ങൾ രോഹിത്തിനോട് അവിടെ ഒരു ക്ലാസ് റൂമിൽ ഒരു സാറ് ബോർഡിൽ എഴുതിക്കൊണ്ടിരുന്നത് വായിക്കാൻ പറയുന്നു. നമ്മുടെ രോഹിത് ആണെങ്കിൽ ആ ബോർഡിൽ ഉണ്ടായിരുന്നത് വായിക്കുക മാത്രമല്ല അതിന്റെ ഉത്തരവും പറഞ്ഞു. അത് ശരിക്കും 10ാം ക്ലാസിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. രോഹിത് ആ ഉത്തരം പറഞ്ഞത് കേട്ട് ആ സാറ് വരെ ഞെട്ടിപ്പോയി. കാരണം ഇത്ര നാളും 8ാം ക്ലാസ്സിലെ ആൻസർ പോലും രോഹിത്തിന് അറിയില്ലായിരുന്നു. അങ്ങനെ ആ സാറ് പോയി പ്രിൻസിപ്പലിന്റെ അടുത്ത് ഈ കാര്യങ്ങളെല്ലാം പറയുന്നു. അത് കേട്ട് പ്രിൻസിപ്പലിനും വളരെയധികം സന്തോഷമായി. അങ്ങനെ പ്രിൻസിപ്പലും ആ സാറും കൂടി രോഹിത്തിനെ കാണുന്നതിനായി വരുന്നു. എന്നാൽ ആ സമയം രോഹിത്തിന് ഇവിടെ കമ്പ്യൂട്ടർ ക്ലാസ്സിലെ അധ്യാപകൻ വഴക്കു പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ നിനക്ക് കമ്പ്യൂട്ടർ പഠിക്കാൻ കഴിയില്ലെന്ന്, പിന്നെ എന്തിനാണ് വീണ്ടും ഇവിടേക്ക് വന്നതെന്നും ചോദിച്ച്. അതെല്ലാം കേട്ടുകൊണ്ട് വന്ന പ്രിൻസിപ്പൽ കമ്പ്യൂട്ടർ സാറിനോട്, സാർ കുട്ടികളോട് ഇങ്ങനെയാണോ സംസാരിക്കുക? അതിന് കമ്പ്യൂട്ടർ സാറും, സാർ രോഹിത്തിന് കമ്പ്യൂട്ടർ പഠിക്കാനുള്ള ബുദ്ധിയൊന്നുമില്ല, ഇവന് ശരിക്കും ആവശ്യം ടീച്ചറിനെ അല്ല ഒരു ഡോക്ടറിനെയാണ്. ആ സംശയം ഞാൻ ഇപ്പോൾ തന്നെ മാറ്റിത്തരാം. ഞാൻ ഇവനോട് ഒരു ചെറിയ ചോദ്യം ചോദിക്കാം, ആ ചോദ്യത്തിനുള്ള ഉത്തരം പോലും അവൻ അറിയില്ല എന്നും പറഞ്ഞ് രോഹിത്തിനോട് കമ്പ്യൂട്ടർ സാർ ഒരു ചോദ്യം ചോദിക്കുന്നു. എന്നാൽ നമ്മുടെ രോഹിത്ത് ആ കമ്പ്യൂട്ടർ സാർ ചോദിച്ചതിനുള്ള ഉത്തരം കറക്റ്റ് ആയിട്ട് പറയുന്നു. അത് കേട്ട് കമ്പ്യൂട്ടർ സാർ വായും പൊളിച്ച് നിന്നുപോയി. അത് കേട്ട് ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന കുട്ടികളെല്ലാവരും കൈയടിച്ചു, ഒപ്പം നമ്മുടെ പ്രിൻസിപ്പൽ അച്ഛനും. അങ്ങനെ കമ്പ്യൂട്ടർ ക്ലാസ് എല്ലാം കഴിഞ്ഞ് രോഹിത്തും കൂട്ടുകാരും പുറത്തേക്ക് വരുമ്പോൾ അവിടെ നമ്മുടെ രാജിന്റെ കൂട്ടുകാർ ബാസ്കറ്റ് ബോൾ കളിക്കുന്നുണ്ടായിരുന്നു. അവർ രോഹിത്തിന്റെ നേരെ ബാസ്കറ്റ് ബോൾ തട്ടിവിട്ടിട്ട് രോഹിത്തിനെ കുറേയധികം കളിയാക്കുന്നു. ധൈര്യമുണ്ടെങ്കിൽ ആ ബോൾ ഇങ്ങോട്ട് തട്ടിവിട എന്നും പറഞ്ഞ്. അതെല്ലാം കേട്ട് കലിപ്പായ രോഹിത്ത് ആ ബാസ്കറ്റ് ബോളിനിട്ട് ഒറ്റത്തൊഴി. എന്നാൽ ആ ബാസ്കറ്റിൽ വീണത് ശരിക്കും ബോൾ ആയിരുന്നില്ല, ആ ബോൾ പോയി കൊണ്ടവനായിരുന്നു ബാസ്കറ്റിൽ വീണത്. ബോള് അങ്ങ് ആകാശത്തേക്കും പോയിരുന്നു. അത് കണ്ട് രോഹിത്തിന്റെ കൂട്ടുകാർക്കെല്ലാം അത്ഭുതമായി. കൂട്ടുകാർക്ക് മാത്രമല്ല നമ്മുടെ രോഹിത്തിനും. എന്തെന്നാൽ രോഹിത്തിനെ അടിക്കാൻ വന്ന രാജിന്റെ കൂട്ടുകാരെല്ലാം രോഹിത്തിന്റെ ഇടിയും കൊണ്ട് തെറിച്ചു വീണിരുന്നു. രോഹിത് അന്ന് വളരെയധികം സന്തോഷത്തിലാണ് വീട്ടിലേക്ക് വന്നത്. വീട്ടിലെത്തിയ രോഹിത്ത് നടന്ന കാര്യങ്ങളെല്ലാം ജാദുവിനോട് പറയുന്നു. രോഹിത്തിന്റെ സന്തോഷം കണ്ട് ജാദുവിനും വളരെയധികം സന്തോഷമായി. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജാദുവിനോട് രോഹിത്ത്, നീയാണ് ഇതെല്ലാം ചെയ്തത് അല്ലേ ജാദു? വളരെയധികം നന്ദി ജാദു എന്നും പറഞ്ഞ് രോഹിത്ത് ജാദുവിനെ കെട്ടിപ്പിടിക്കുന്നു. അപ്പോഴാണ് രോഹിത്തിന്റെ അമ്മ സോണിയ അവിടേക്ക് വന്നത്. ജാദുവിനെ കണ്ട അമ്മ സോണിയ വളരെയധികം പേടിച്ചു പോയി. അത് കണ്ട് രോഹിത്ത്, അമ്മേ പേടിക്കേണ്ട അമ്മേ, ഇത് ജാദുവാണ്, എന്റെ കൂട്ടുകാരൻ. എന്നാൽ അമ്മ സോണിയ രോഹിത്തിന്റെ അടുത്ത് ഓടി വന്നിട്ട്, ഇവിടെ നിന്നും ഓടിപ്പോം, അതിന്റെ അടുത്ത് നിൽക്കരുത് എന്നും പറഞ്ഞ് ബഹളം വെക്കാൻ തുടങ്ങി. അതിന് രോഹിത്ത്, അമ്മേ ഒച്ച വെക്കരുതമ്മേ, ബഹളം കേട്ട് ആരെങ്കിലും ഇവിടേക്ക് വരും. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട പറക്കുന്തലകയിൽ വന്നതാണിവൻ. ഞാനാണ് ഇവനെ കാട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്നത്. അന്നു മുതൽ ഇവൻ എന്നോടൊപ്പമുണ്ട്. ഇവൻ വളരെയധികം നല്ലവനാണ്. എന്നാൽ അതെല്ലാം കേട്ടിട്ടും സോണിയമ്മയുടെ ടെൻഷൻ മാറിയിരുന്നില്ല. സോണിയമ്മ രോഹിത്തിനോട്, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? അവൻ ഇനിയൊരു നിമിഷം ഇവിടെ നിൽക്കുകയില്ല. ഞാൻ പോലീസിനെ വിവരം അറിയിക്കാൻ പോവുകയാണ് എന്നും പറഞ്ഞ് പോലീസിനെ ഫോൺ ചെയ്യാനായി പോകുന്നു. എന്നാൽ അപ്പോഴാണ് സോണിയയ്ക്ക് ഒരു ഫോൺ വരുന്നത്. അത് രോഹിത്തിന്റെ പ്രിൻസിപ്പൽ അച്ഛനായിരുന്നു. പ്രിൻസിപ്പൽ അച്ഛൻ സോണിയമ്മയോട് പറഞ്ഞു, നിങ്ങൾ എങ്ങനെയാണ് രോഹിത്തിനെ ഇത്രയധികം മാറ്റിയെടുത്തത്? രോഹിത് ഇപ്പോൾ ഒരുപാട് മാറിപ്പോയി. അവന്റെ അറിവും ബുദ്ധിയും കണ്ട് സ്കൂൾ മുഴുവൻ ഞെട്ടിപ്പോയി. അതിനാൽ രോഹിത്തിനെ നേരിട്ട് 10ാം ക്ലാസ്സിലേക്ക് കയറ്റിവിടാൻ ഞങ്ങൾ തീരുമാനിച്ചു. അതെല്ലാം കേട്ട് കലിതുള്ളി ഇവിടേക്ക് വന്ന അമ്മ കിളി പോയതുപോലെ നിൽക്കുന്നത് കണ്ട രോഹിത്ത് സോണിയമ്മയോട് ചോദിച്ചു, എന്തു പറ്റിയമ്മേ? ആരാണ് ഫോൺ ചെയ്തത്? അതിന് സോണിയമ്മ, പ്രിൻസിപ്പൽ അച്ഛനാണ് വിളിച്ചത്. അവർ നിന്നെ 10ാം ക്ലാസ്സിലേക്ക്
മാറ്റിയിരിക്കുന്നു രോഹിത്. അത് കേട്ട് രോഹിത് പറഞ്ഞു, ഇത് തന്നെയാണമ്മ ഞാനും പറഞ്ഞത്. ഇതെല്ലാം ജാദുവിന്റെ അത്ഭുതങ്ങളാണ്. അവനാണ് എന്നെ ഇങ്ങനെ മാറ്റിയെടുത്തത്. അത് കേട്ട് സന്തോഷവും സങ്കടവും അടക്കാനാവാതെ സോണിയമ്മ അടുത്തു നിന്നിരുന്ന ജാദുവിനെ കെട്ടിപ്പിടിക്കുന്നു. പിന്നീട് നടന്നത് അത്ഭുതങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു. അതായത് പാട്ടുപാടിയും ഡാൻസ് കളിച്ചുമൊക്കെ രോഹിത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരുന്നു. നമ്മുടെ നിഷയെയും കൂടാതെ രാജിന്റെ ടീമുമായി രോഹിത് ബാസ്കറ്റ്ബോൾ കളിയിൽ ബെറ്റ് വെക്കുന്നു. നമ്മുടെ രോഹിത്തിന്റെ ടീമിൽ ആരൊക്കെയാണ് കളിച്ചതെന്നല്ലേ? രോഹിത്തിന്റെ കുട്ടിപ്പട്ടാള ഗ്യാങ് തന്നെ. ചുമ്മാ ലോക്കൽ കളിയൊന്നുമല്ല അവർ കളിച്ചത്, ഹീറോ കപ്പിനുള്ള പോരാട്ടമായിരുന്നു അത്. നമ്മുടെ ജാദുവിന്റെ സഹായത്തിൽ രോഹിത്തും കൂട്ടുകാരും ആ ഹീറോ കപ്പ് വിൻ ചെയ്യുന്നു. അതിനുശേഷം രോഹിത് നിഷയുടെ അമ്മയോടും അച്ഛനോടും നിഷയെ തനിക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം അറിയിക്കുന്നു. അങ്ങനെ സീൻ കട്ടായി അടുത്ത സീനിൽ രോഹിത്തിന്റെ കുട്ടിപ്പട്ടാള കൂട്ടുകാർ ജാദുവിനെ കൊണ്ട് വരുന്ന വഴി രാജും കൂട്ടുകാരും അവരെ വളയുന്നു. എന്നാൽ കുട്ടിപ്പട്ടാളങ്ങൾ അവരെ വെട്ടിച്ച് അവിടെ നിന്നും രക്ഷപ്പെടുന്നു. ജാദുവിനെ ഒരു ബാഗിലാക്കി വെച്ചിരുന്നതിനാൽ രാജും കൂട്ടുകാരും ജാദുവിനെ കണ്ടതുമില്ല. പക്ഷേ രാജിന്റെയും കൂട്ടുകാരുടെയും കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് ഓടുന്നതിനിടയിൽ കുട്ടിപ്പട്ടാളങ്ങളുടെ കയ്യിൽ നിന്നും ജാദുവിനെ നഷ്ടമാകുന്നു. ജാദു ചെന്നു വീണതോ അതുവഴി വന്നുകൊണ്ടിരുന്ന ഒരു പോലീസ് ജീപ്പിന് മുന്നിലും. ആ പോലീസ് ജീപ്പിൽ ഒരു കോൺസ്റ്റബിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജാദുവിനെ കണ്ട കോൺസ്റ്റബിൾ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുന്നു. അങ്ങനെ അവിടേക്ക് ധാരാളം പോലീസുകാർ തോക്കുമായി എത്തി. ഒപ്പം ഇൻസ്പെക്ടർ ഖാനും ഉണ്ടായിരുന്നു. അങ്ങനെ അവർ തോക്കുമായി ജാദുവിന്റെ അടുത്തേക്ക് വരുന്നു. എന്നാൽ ആ സമയം നമ്മുടെ രോഹിത് സൈക്കിളുമായി വന്ന് ജാദുവിനെ അവരുടെ കയ്യിൽ നിന്നും രക്ഷിച്ചുകൊണ്ടു പോകുന്നു. അതുകണ്ട പോലീസുകാർ രോഹിത്തിന്റെ പുറകെ പോകുന്നു. ആ സമയം രോഹിത്തിന്റെ സൈക്കിൾ ഒരു കമ്പിൽ തട്ടി തെറിച്ചു വീഴുന്നു. ഒപ്പം രോഹിത്തിന്റെ കയ്യിൽ നിന്നും ജാദുവും തെറിച്ചുപോയി. നോക്കുമ്പോൾ രോഹിത്തിനെ വീഴ്ത്തിയത് രാജും കൂട്ടുകാരുമായിരുന്നു. അത് കണ്ട രോഹിത് രാജിനെയും കൂട്ടുകാരെയും പപ്പടം പോലെ പൊടിക്കുന്നു. എന്നിട്ട് ജാദുവിനെയും കൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴേക്കും പോലീസുകാർ അവിടെ എത്തിയിരുന്നു. അങ്ങനെ ഇൻസ്പെക്ടർ ഖാൻ വന്ന് ജാദുവിന്റെ ആ ബാഗ് തുറന്നു നോക്കുമ്പോൾ ആ ബാഗിനകത്ത് നിറയെ വൈക്കോലായിരുന്നു. അത് കണ്ട ഇൻസ്പെക്ടർ ഖാൻ ഞെട്ടിപ്പോയി. ഒപ്പം നമ്മുടെ രോഹിത്തും. എങ്കിലും ഇൻസ്പെക്ടർ ഖാൻ രോഹിത്തിനെ നീ വീട്ടിലേക്ക് പോയിക്കോ എന്നും പറഞ്ഞ് അവിടെ നിന്നും പറഞ്ഞയക്കുന്നു. അങ്ങനെ രോഹിത് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ അതാ നമ്മുടെ ജാദു കുട്ടിപ്പട്ടാളത്തിനോടൊപ്പം വീട്ടിൽ തന്നെയുണ്ട്. ജാദു എങ്ങനെയാണ് വീട്ടിലെത്തിയതെന്നല്ലേ? കുട്ടിപ്പട്ടാളങ്ങളുടെ കയ്യിൽ നിന്നും കോൺസ്റ്റബിളിന്റെ മുമ്പിൽ ചെന്ന് വീണ ജാദു കോൺസ്റ്റബിൾ സ്റ്റേഷനിലേക്ക് ഫോൺ വിളിച്ചുകൊണ്ടിരുന്ന സമയം ആ ബാഗിൽ നിന്നും ഇറങ്ങി ആ ബാഗിൽ നിറയെ വൈക്കോലും നിറച്ചു വെച്ച് അവിടെ നിന്നും നേരെ വീട്ടിലേക്കും പോന്നു. വീട്ടിലെത്തിയ രോഹിത് അവരോട് പറഞ്ഞു, ആ ഇൻസ്പെക്ടർ ഖാന് എന്നെ നല്ല സംശയമുണ്ട്. നമുക്ക് വേഗം ജാദുവിനെ ഇവിടെ നിന്നും മാറ്റണം. അത് കേട്ട അമ്മ സോണിയ പറഞ്ഞു, നമുക്ക് ജാദുവിനെ എത്ര കാലം ഒളിപ്പിക്കാൻ കഴിയും? ഇന്നല്ലെങ്കിൽ നാളെ അവൻ പിടിക്കപ്പെടും. പോലീസ് തെരയാൻ ആരംഭിച്ചാൽ പിന്നെ നമുക്ക് ഈ ജാദുവിനെ എവിടെയും ഒളിപ്പിക്കാൻ കഴിയില്ല. ഇവന്റെ ജീവൻ രക്ഷിക്കാൻ നമുക്കൊരു വഴിയേ ഉള്ളൂ. ഇവൻ വന്നത് എവിടെ നിന്നാണോ അവിടേക്ക് തന്നെ തിരിച്ചയക്കുക. എന്നാൽ അതിന് രോഹിത്, ഇല്ലമ്മ, ആർക്കും എന്നെയും ജാദുവിനെയും വേർപിരിക്കാനാവില്ല. അതെല്ലാം കേട്ടുകൊണ്ടിരുന്ന നിഷ പറഞ്ഞു, രോഹിത്, ആന്റി പറഞ്ഞതാണ് ശരി. നിനക്കൊറ്റയ്ക്ക് അവരെ എല്ലാവരെയും എതിർക്കാൻ കഴിയില്ല. ആ സമയം ജാദു അവരോട് പറഞ്ഞു, ജാദു ഇവിടെ നിന്നും പോകില്ല, പോകാനും കഴിയില്ല. എന്തെന്നാൽ ഞാൻ പോയാൽ എന്റെ എല്ലാ ശക്തികളും ഈ ലോകത്തു നിന്നും പോകും. അതായത് ജാദു രോഹിത്തിന് കൊടുത്ത ശക്തികളെല്ലാം ജാദു പോകുന്നതോടുകൂടി രോഹിത്തിന് നഷ്ടമാകും. അത് കേട്ടപ്പോൾ അവർക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. രോഹിത് ജാദുവിനോട് പറഞ്ഞു, ജാദു, എന്നെ കുറിച്ച് ഓർത്ത് നീ വിഷമിക്കേണ്ട. ഞാൻ മുമ്പ് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ കഴിഞ്ഞോളാം എന്നും പറഞ്ഞ് രോഹിത് തന്റെ അച്ഛന്റെ കമ്പ്യൂട്ടർ എടുത്ത് ബഹിരാകാശത്തേക്ക് ശബ്ദങ്ങൾ അയക്കാൻ തുടങ്ങി. എന്നാൽ അവിടെ നിന്നും റിപ്ലൈ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ആ സമയം രോഹിത്തിന്റെ വീട് മുഴുവൻ പോലീസുകാർ വളഞ്ഞതായി കാണിക്കുന്നു. ഇൻസ്പെക്ടർ ഖാൻ മൈക്കിലൂടെ രോഹിത്തിനോട് പറഞ്ഞു, രോഹിത്, നിന്റെ കൂടെ ഒരു ഏലിയൻ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതിനെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചേക്കൂ. ഞങ്ങൾ നിന്റെ വീട് മുഴുവൻ വളഞ്ഞിട്ടുണ്ട്. അതിന് തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾക്ക് കടുത്ത നടപടികൾ സ്വീകരിക്കേണ്ടി വരും. എന്നാൽ നമ്മുടെ ജാദുവിന് ആ സമയം ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. എന്തെന്നാൽ ജാദുവിന്റെ ശക്തി വർക്ക് ചെയ്യണമെങ്കിൽ സൂര്യപ്രകാശം ആവശ്യമായിരുന്നു. ഇപ്പോഴാകട്ടെ രാത്രിയും. എന്തായാലും നമ്മുടെ രോഹിത് തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അവൻ ജാദുവിനെയും കൊണ്ട് വീടിന്റെ പുറകിലൂടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാൽ അവിടെയും ധാരാളം പോലീസുകാരുണ്ടായിരുന്നു. അവർ രോഹിത്തിനെ അടിച്ച് താഴെയിട്ടിട്ട് ജാദുവിനെയും കൊണ്ട് അവിടെ നിന്നും പോകുന്നു. ജാദുവിനെ അവർ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാനുള്ള പ്ലാൻ ആയിരുന്നു. അതറിഞ്ഞ രോഹിത്തിന്റെ അമ്മ രോഹിത്തിനോട് പറഞ്ഞു, മോനെ രോഹിത്, ജാദു നിനക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങൾക്കെല്ലാം പ്രത്യുപകാരം ചെയ്യേണ്ട സമയമായി. നീ പോയി അവനെ അവരുടെ കയ്യിൽ നിന്നും രക്ഷിക്കണം. അങ്ങനെ രോഹിത് അവരുടെ അടുത്തെത്തി. അവർ ആ സമയം ജാദുവിനെ വിമാനത്തിലേക്ക് കയറ്റാൻ തുടങ്ങുകയായിരുന്നു. അങ്ങനെ രോഹിത് അവിടെ വന്ന് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരുമായി നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത് അവരുടെ കയ്യിൽ നിന്നും ജാദുവിനെ രക്ഷിക്കുന്നു. ആ സമയം അവിടെ ഉണ്ടായിരുന്ന ലൈറ്റുകൾ മിന്നാൻ തുടങ്ങി. അതെ, ജാദുവിന് പോകാനുള്ള പറക്കും തളിക അവിടേക്ക് വരുന്നുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. അങ്ങനെ രോഹിത് ജാദുവിനെ ആ പറക്കുംതളികയുടെ അടുത്തെത്തിച്ചു. ആ സമയം ജാദു രോഹിത്തിനെ കെട്ടിപ്പിടിക്കുന്നു. അത് കാണുമ്പോൾ ജാദു അവിടെ നിന്നും പോകല്ലേ എന്ന് രോഹിത്തിനേക്കാൾ കൂടുതൽ നമ്മൾ ആഗ്രഹിക്കും. അങ്ങനെ ജാദു അവന്റെ സ്വന്തം ഗ്രഹത്തിലേക്ക് ആ പറക്കുംതളികയിൽ കയറിപ്പോകുന്നു. ജാദു പോയതോടുകൂടി തന്നെ രോഹിത്തിന് ജാദു കൊടുത്ത ശക്തികളും പോയിരുന്നു. മാത്രവുമല്ല രോഹിത് ഇപ്പോൾ പോലീസുകാരുടെ കസ്റ്റഡിയിലാണ്. എന്നാൽ രോഹിത്തിനെ കോടതി വെറുതെ വിട്ടു. എന്തെന്നാൽ രോഹിത്തിന് ജാദു കൊടുത്ത ശക്തികളെല്ലാം പോയതിനാൽ രോഹിത് വീണ്ടും പഴയതുപോലെ ആയിരുന്നല്ലോ. അതായത് മാനസിക വളർച്ചയില്ലാത്ത രോഹിത്. മാനസിക വളർച്ചയില്ലാത്ത രോഹിത്തിനെ കോടതി വെറുതെ വിടുകയും ചെയ്തു. അങ്ങനെ സീൻ കട്ടായി അടുത്ത സീനിൽ രോഹിത്തും നിഷയും വരുന്നതായി കാണിക്കുന്നു. ആ സമയം രാജും കൂട്ടുകാരും വീണ്ടും അവരെ ഉപദ്രവിക്കാൻ വരുന്നു. എവിടെയാടാ നിന്റെ ജാദു? ഇപ്പോൾ കാണട്ടെ നിന്റെ ശക്തി എന്നും പറഞ്ഞ്. അതെല്ലാം കേട്ട് കലിപ്പായ രോഹിത് അവിടെ കിടന്നിരുന്ന ഒരു ബാസ്കറ്റ് ബോളിനിട്ട് ഒറ്റത്തൊഴിയും. ആ ബോൾ കൊണ്ട് രാജ് അവിടെ നിന്നും പറന്നുപോയി. അത് കണ്ട രാജിന്റെ കൂട്ടുകാര് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. രാജിനിട്ട് കൊണ്ട ആ പന്താകട്ടെ അങ്ങ് മുകളിലേക്ക് പോയിരുന്നു. അതെ, രോഹിത്തിന് ജാദു കൊടുത്ത ശക്തികളെല്ലാം തിരികെ വന്നിരിക്കുന്നു. ആ സമയം മുകളിൽ നിന്നും ആ പറക്കുംതളിക വരുന്നതും കാണിച്ചുകൊണ്ട് ഈ സിനിമയും അവസാനിക്കുന്നു. കൂട്ടുകാർക്കെല്ലാവർക്കും ഈ വീഡിയോ വളരെയധികം ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും ഏതെങ്കിലും സിനിമയുടെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.